class we are actually taking the continuation of differentials and linear approximations. So in the previous class we have seen what is a differential അല്ലേ differential of differential dx എന്ന് പറയുന്നത് it is simply എന്താണ് dx എന്ന് പറയുന്നത് the difference അല്ലേ dx nothing but the difference that is x plus delta x minus x അതായത് delta x തന്നെയാണ് ആ ഒരു ചെറിയ സ്ലൈറ്റ് ചേഞ്ച് ആണ് എക്സിലെ ആ സ്ലൈറ്റ് ചേഞ്ച് ആണ് ഡി എക്സ് എന്ന് പറയുന്നത് dy is actually the change in y പക്ഷെ അതിന് we have a formula that f dash of x into dx ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് we have two more problems. The third one is example 3 already ഞാൻ നോട്ട്സ് ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും അതിൽ example 3 നോക്കിയാൽ മതി. So in that question estimating fuel costs of operating an oil tanker അതിൽ the total cost incurred in operating an oil tanker on an 800 meter run traveling അത്രയൊന്നും വേണ്ട നമുക്ക് ടോട്ടൽ കോസ്റ്റ് തന്നിട്ടുണ്ട് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് സി എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ അതായത് വിയിലുള്ളൊരു ഫംഗ്ഷനായിട്ട് ഈ ഒരു ക്വാണ്ടിറ്റി നമുക്ക് തന്നിട്ടുണ്ട് പ്ലസ് 200 v square എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ദി അപ്രോക്സിമേറ്റ് ചേഞ്ച് ഇൻ ദി ടോട്ടൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് അതായത് ഇതിലത്തെ ചേഞ്ചാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ സി അതായത് y is equal to f of x എന്ന് പറഞ്ഞ പോലെ c is equal to f of v ആയിട്ടാണ് തന്നിരിക്കുന്നത് സോ വി ഹാവ് ടു ഫൈൻഡ് ചേഞ്ച് ഇൻ ദിസ് അതായത് ഡെൽറ്റ സി ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ആൻഡ് ഇറ്റ്സ് ഫ്രം 10 mph 10 to 10.5 അതായത് ഡെൽറ്റ വി തന്നിട്ടുണ്ട് ഡെൽറ്റ വി തന്നിട്ടില്ല ബട്ട് ഡെൽറ്റ വി കണ്ടുപിടിക്കാനുള്ള ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം സോ ഫസ്റ്റ് ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നമുക്ക് വിയിൽ തന്നിരിക്കുന്ന രണ്ട് വാല്യൂസ് ഉണ്ടല്ലോ അതിൻ്റെ ഡിഫറൻസ് ആണ് വിച്ച് ഇസ് 0.5 ഇപ്പോൾ ഡെൽറ്റ വി നമുക്ക് കിട്ടി നൗ വി ഹാവ് ടു ഫൈൻഡ് ഡെൽറ്റ സി വിച്ച് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു DC differential but that is equal to c dash of v എന്ന് പറഞ്ഞാൽ നമുക്ക് വാല്യൂ തന്നിട്ടുണ്ട് ഫൈൻഡ് ദി അപ്രോക്സിമേറ്റ് ചേഞ്ച് ഇൻ ദ ടോട്ടൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഇഫ് ദി ആവറേജ് സ്പീഡ് ഇസ് ഇൻക്രീസ്ഡ് ഫ്രം 10 എന്ന് തന്നിട്ടുണ്ട് അപ്പം ഇറ്റ് ഈസ് ആക്ച്വലി ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് 10 ടു ഇതിലോട്ട് വരുമ്പം ഉള്ള അപ്രോക്സിമേറ്റ് ചേഞ്ചാണ് ചോദിച്ചിരിക്കുന്നത് സോ ഇതിവിടെ കണ്ടില്ലേ dy എന്ന് പറയുന്നത് f dash of x ആണ് അപ്പം ഈ ലാസ്റ്റ് വാല്യൂ മൈനസ് ചെയ്ത വാല്യൂ ആണ് നമ്മുടെ എഫ് ഡാഷ് ഓഫ് എന്ന് പറഞ്ഞിട്ട് വരുന്ന ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വരിക അപ്പോൾ ഇവിടെ അത് 10 ആണ് സോ സി ഡാഷ് ഓഫ് 10 ഇൻറ്റു ഡി വി വിച്ച് ഇസ് ആക്ച്വലി ഡെൽറ്റ വി അപ്പോൾ ഡെൽറ്റ വി നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട് സോ ദാറ്റ് ഇസ് ഈക്വൽ ടു ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം ഇറ്റ് ഇസ് എത്ര കിട്ടും 1/v 10 മറ്റേ ക്വാണ്ടിറ്റി ഒന്നും ചെയ്യേണ്ട ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു 1/vയുടെ ഡെറിവേറ്റീവ് മൈനസ് 1/v സ്ക്വയർ പ്ലസ് 200 ഇൻറ്റു 2v ഓക്കെ ഇറ്റ് ഈസ് ദ വാല്യൂ വിയുടെ വാല്യൂ എന്ന് പറയുന്നത് 10 ഇൻറ്റു ഡെൽറ്റ വി വിച്ച് ഇസ് 0.5 അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് യു വിൽ ഗെറ്റ് മൈനസ് 3000 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു മൈനസ് 3000 അത് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കിയാൽ മതി അപ്പം ദ ടോട്ടൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഡിക്രീസ് ബൈ മൈനസ് ആയതുകൊണ്ട് അത് ഡിക്രീസിങ് ആണ് അല്ലേ പ്ലസ് ആയിരുന്നെങ്കിൽ ഇൻക്രീസിങ് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു മൈനസ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് ഡിക്രീസിങ് അപ്പോൾ ദ ടോട്ടൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഡിക്രീസ് ബൈ അപ്രോക്സിമേറ്റ്ലി കോസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഡോളറിൽ തന്നിരിക്കുന്നുണ്ട് $3000 അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ മൈനസ് 3000 എന്ന് പറഞ്ഞാലും മതി അല്ലെങ്കിൽ മൈനസിന് സ്പെസിഫൈ ചെയ്തിട്ട് ഡിക്രീസിങ് എന്ന് പറഞ്ഞാലും മതി ബോത്ത് ആർ ഫൈൻ ഓക്കെ മനസ്സിലായോ ഇൻക്രീസിങ് ബൈ മൈനസ് 300 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഡിക്രീസിങ് ആണ് അല്ലേ മൈനസ് 300 ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ഡിക്രീസിങ് 3000 എന്നാണ് പറയുക ഓക്കെ സോ ദാറ്റ് ഈസ് ദി ആൻസർ സോ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ നൗ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഇസ് റിങ്സ് ഓഫ് നെപ്റ്റ്യൂൺ അതിൽ രണ്ട് പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം ദ പ്ലാനറ്ററി റിംഗ് ഹാസ് ആൻ ഇന്നർ റേഡിയസ് ഓഫ് 6 യൂണിറ്റ്സ് സോ ഒരു പ്ലാനറ്ററി റിങ്ങിന് ഒരു 2 സർക്കിൾ ഉണ്ട് അതിൽ ഇന്നർ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് സ്മോൾ ആർ ആണ് ഔട്ടർ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ ആണ് ഓക്കെ വേർ ആർ മൈനസ് ആർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അപ്പം വിഡ്ത്ത് ആണ് അല്ലേ ഈ സ്മോൾ ഇൻ കമ്പാരിസൺ ടു ആർ ഈ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും ആറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതായിരിക്കും
സോ യൂസ് ഡിഫറൻഷ്യൽ ടു എസ്റ്റിമേറ്റ് ദ ഏരിയ ഓഫ് ദ റിംഗ്. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എ പാർട്ട് എന്ന് പറയുന്നത് യു ഹാവ് ടു യൂസ് ഡിഫറൻഷ്യൽസ് ടു എസ്റ്റിമേറ്റ് ദ ഏരിയ ഓഫ് ദ റിംഗ്. ഓക്കെ, ഏരിയ ഓഫ് ദ റിംഗ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ റിങ്ങിൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം അതിന് നമ്മൾ ഡിഫറൻഷ്യൽസ് യൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം ഒരു ഏരിയ ഓഫ് ദ സർക്കിൾ, ഒരു സർക്കിൾ വിത്ത് റേഡിയസ് എക്സ് ആണെങ്കിൽ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് പൈ എക്സ് സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. ഓക്കെ, സോ ഹിയർ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, അപ്പോൾ ഈ ഒരു റിങ്ങിൻ്റെ മാത്രം ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ വലിയ സർക്കിളിൻ്റെ ഏരിയ, അതായത് വിച്ച് ഇസ് സോ ഏരിയ ഓഫ് ദ റിംഗ് ഇസ് ഈക്വൽ ടു area of the ring is equal to the area of the bigger circle, area of the outer circle, minus area of the inner circle എന്ന് ചെയ്താൽ മതി. ഏരിയ ഓഫ് ദി ഇന്നർ സർക്കിൾ. അപ്പോൾ ഏരിയ ഓഫ് ദി ഔട്ടർ സർക്കിൾ എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ മൈനസ് ഇന്നർ സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് പൈ സ്മോൾ ആർ സ്ക്വയർ. ഓക്കെ, now that is equal to ഇതെന്ന് വെച്ചാൽ ഇഫ് ഇതിനെ ഞാനിപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് വിളിച്ചാൽ എ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് വിളിച്ചാൽ ദിസ് ഇസ് നത്തിങ് ബട്ട് എഫ് ഓഫ് ആർ മൈനസ് എഫ് ഓഫ് സ്മോൾ ആർ. ഓക്കെ, അപ്പോൾ അതാണ് ശരിക്കും നമുക്ക് ആ ഒരു ചേഞ്ച് കിട്ടുന്നത് അല്ലേ. ആ ചേഞ്ച് ചെറുതാണെന്ന് പറഞ്ഞതുകൊണ്ട് ഇറ്റ് ഈസ് ആക്ച്വലി ഡെൽറ്റ എ എന്ന് വിളിക്കുക. സ്മോൾ ചേഞ്ച് ഇൻ ദി ഏരിയാസ്, ഡെൽറ്റ എ വിച്ച് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഡി എ. നമ്മൾ ഡിഫറൻഷ്യൽ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. Okay, so it is approximately equal to dA, but dA എന്താണ്? It is f dash of r into dr ആണ് അല്ലേ, f dash of r into dr. But what is dr? dr എന്ന് പറയുന്നത് റേഡിയസിലെ ചേഞ്ച് ആണ്, അതായത് വലിയ റേഡിയസ് നിന്ന് സ്മോൾ റേഡിയസ് കുറയ്ക്കുന്നത്, r മൈനസ് r ആണ്. ഓക്കെ, now so what we want is area of the ring അല്ലേ. so area of the ring now that is equal to, ഇനി f dash of r എന്ന് പറഞ്ഞാൽ എന്താ? f of r is pi r square, so f dash of r is equal to 2 pi r, so it is 2 pi r into r minus r. അപ്പോൾ നമുക്ക് റിക്വയർഡ് റിംഗ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ റിംഗ്. സോ ഏരിയ ഓഫ് ദ റിംഗ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? 2 pi r into r minus r എന്ന് കിട്ടി. ഓക്കെ, സോ വി ഹാവ് യൂസ്ഡ് ദി ഡിഫറൻഷ്യൽ ടു ഫൈൻഡ് ദി ഏരിയ ഓഫ് ദ റിംഗ്. അപ്പോൾ നമുക്ക് ശരിക്കും ലാർജ് സർക്കിളിൻ്റെ ഏരിയ മൈനസ് സ്മോളർ സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കേണ്ട. പകരം എന്ത് ചെയ്താൽ മതി? 2 pi r എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി ഇത് സർക്കംഫറൻസ് ആണ് അല്ലേ, സർക്കംഫറൻസ് ഓഫ് അല്ലേ. പൈ ആർ സ്ക്വയർ ഏരിയ ആണെങ്കിൽ 2 pi r എന്ന് പറഞ്ഞാൽ സർക്കംഫറൻസ് ഓഫ് ദി ഇന്നർ സർക്കിൾ, സർക്കംഫറൻസ് ഓഫ് ദി ഇന്നർ സർക്കിൾ ഇൻറ്റു r മൈനസ് r എന്ന് പറഞ്ഞാൽ വിഡ്ത്താണ്. അപ്പോൾ ശരിക്കും നമുക്ക് ആ റിങ്ങിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സർക്കംഫറൻസ് ഓഫ് ദി ഇന്നർ സർക്കിൾ ഇൻറ്റു വിഡ്ത്ത് കണ്ടുപിടിച്ചാൽ യു വിൽ ഗെറ്റ് ദി ഏരിയ ഓഫ് ദ റിംഗ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി ആൻസർ. ഇങ്ങനെയാണ് നമ്മളത് ചെയ്യേണ്ടത്. യൂസ് ഡിഫറൻഷ്യൽ ടു എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് ഇതാണ്, r മൈനസ് r ആണ് നമ്മുടെ ആ ഡിഫറൻഷ്യൽ, സ്മോൾ ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബി പാർട്ട് എന്ന് പറയുന്നത് ഇത് തന്നെ യൂസ് ചെയ്തിട്ട് വി ഹാവ് ടു ഫൈൻഡ് ദി ഔട്ടർ മോസ്റ്റ് റിംഗ് തന്നിട്ടുണ്ട്. ഔട്ടർ മോസ്റ്റ് റിങ്ങിൻ്റെ ഏരിയ തന്നിട്ടുണ്ട്. ഔട്ടർ മോസ്റ്റ് റിങ്ങിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്, 89 n r ഹാസ് ആൻ ഔട്ടർ. പക്ഷേ നമുക്ക് ഔട്ടർ റിങ്ങിൻ്റെ ഏരിയ തന്നിട്ടുണ്ട് ആൻഡ് ഇന്നർ റിങ്ങിൻ്റെ ഏരിയ 62,900 കിലോമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. സോ വി ഹാവ് ടു ഫൈൻഡ് ആൻഡ് റേഡിയൽ വിഡ്ത്ത് എന്ന് പറയുന്ന വിഡ്ത്ത് തന്നിട്ടുണ്ട്. വിഡ്ത്ത് എന്ന് പറയുന്നത് 50 കിലോമീറ്റർ എന്നും തന്നിട്ടുണ്ട്. യൂസിങ് ദീസ് ഡാറ്റ, അപ്പോൾ ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്. ഔട്ടർ സർക്കിളിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്, അല്ല ദി ഔട്ടർ മോസ്റ്റ് റിംഗ് ഔട്ടർ മോസ്റ്റ് റിങ്ങിൻ്റെ ഏരിയ തന്നിട്ടില്ല. ദിസ് ഈസ് ഔട്ടർ മോസ്റ്റ് റിംഗ്, ആ റിങ്ങിൻ്റെ ഇതാണ് പേരാണ്. ഔട്ടർ മോസ്റ്റ് റിംഗ് തന്നിട്ടുണ്ട്, അതിൻ്റെ പേരാണ് കേട്ടോ, ഇറ്റ്സ് ദി നെയിം ഓഫ് ദി ഔട്ടർ മോസ്റ്റ് റിംഗ്. ബാക്കി തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ ഇന്നർ സർക്കിൾ ആൻഡ് ഏരിയ തന്നിട്ടില്ല, ഇന്നർ റേഡിയസ് തന്നിട്ടുണ്ട്, അതുപോലെ വിഡ്ത്ത് തന്നിട്ടുണ്ട്. ഈ രണ്ട് ഡാറ്റ യൂസ് ചെയ്തിട്ട് എസ്റ്റിമേറ്റ് ഏരിയ ഓഫ് ദ റിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അല്ലാതെ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഔട്ടർ സർക്കിളിൻ്റെ റേഡിയസ് കൂടി തരണം, എന്നാലാണ് പൈ ആർ ക്യാപിറ്റൽ ആർ സ്ക്വയർ മൈനസ് പൈ സ്മോൾ ആർ സ്ക്വയർ എന്ന് പറഞ്ഞ് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടെ നമുക്ക് ഔട്ടർ സർക്കിളിൻ്റെ റേഡിയസ് തന്നിട്ടില്ല. അപ്പോൾ ഈ രണ്ട് ഇൻഫർമേഷൻസ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. എങ്ങനെ? നമ്മുടെ ആ ഒരു ഞാനിപ്പോൾ റെഡിൽ ചെയ്ത് പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഫോർമുല വെച്ചിട്ട്.
സോ ഏരിയ ഓഫ് ദ റിംഗ് ഇസ് ഈക്വൽ ടു 2 പൈ ആറ് തന്നിട്ടുണ്ട് അല്ലേ, 62,900 ഇൻറ്റു വിഡ്ത്തും തന്നിട്ടുണ്ട് 50. ഇത്രയും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടും ആൻസർ? ജസ്റ്റ് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ പൈയുടെ ഒക്കെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ കാൽക്കുലേറ്ററിൽ ഇറ്റ്സ് വെരി ഈസി ടു ഫൈൻഡ് സ്ക്വയർ കിലോമീറ്റർ. സോ ഇറ്റ് ഈസ് ആക്ച്വലി എർത്തിൻ്റെ സർഫസിൻ്റെ ഒരു 44% ആണ് ആ ഒരു നെപ്റ്റ്യൂൺ റിങ്ങിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഇറ്റ്സ് വെരി സിമ്പിൾ ടു കാൽക്കുലേറ്റ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദാറ്റ് ക്വസ്റ്റ്യൻ. Now we are moving to the next section, which is error estimate. Error എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? എറർ നമുക്ക് ആക്ച്വൽ വാല്യൂ ശരിക്കും എക്സാക്റ്റ് വാല്യൂ ഉണ്ടായിരിക്കും, അതുപോലെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള അപ്രോക്സിമേറ്റ് വാല്യൂ ഉണ്ടായിരിക്കും. അപ്പം ശരിക്കും എറർ എന്ന് പറഞ്ഞാൽ ആ ഒരു എക്സാക്റ്റ് വാല്യൂവും നമ്മൾ കണ്ടുപിടിച്ച അപ്രോക്സിമേറ്റ് വാല്യൂവും തമ്മിലുള്ള ആ ഒരു വ്യത്യാസത്തിനെയാണ് നമ്മൾ എറർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ എറർ വരാൻ സാധ്യത എന്ന് പറയുന്നത് y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനിൽ നമ്മൾ എക്സിന് പകരം ഒരു ചെറിയ വ്യത്യാസം, അതായത് ചെറിയൊരു ഡെൽറ്റ എക്സ് എറർ നമ്മൾ ഇൻപുട്ട് വാല്യൂവിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി നമ്മുടെ ഔട്ട്പുട്ട് വാല്യൂവിനെയും എന്ത് ചെയ്യും, ബാധിക്കും അല്ലേ. അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇപ്പോൾ ഒരു വെതറൊക്കെ പ്രെഡിക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന വാല്യൂവിൽ വളരെ ചെറിയൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടിനെ അതുപോലെ ബാധിക്കും. അപ്പോൾ ഈ ഡെൽറ്റ എക്സിലുള്ള, അതായത് സ്മോൾ എറർ ഇൻക്വയർഡ് ഇൻ മെഷറിംഗ് ദ ക്വാണ്ടിറ്റി എക്സ് റിസൾട്ട്സ് ഇൻ ആൻ എറർ ഡെൽറ്റ വൈ ഇൻ ദി കാൽക്കുലേറ്റഡ്. അപ്പം എക്സിൽ ഇൻപുട്ട് വാല്യൂവിൽ ഉണ്ടാകുന്ന വ്യത്യാസം, ആ ഒരു ചേഞ്ച് അല്ലെങ്കിൽ എറർ നമ്മുടെ ഔട്ട്പുട്ട് വാല്യൂവിനെയും എന്ത് ചെയ്യും, എഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് സർട്ടൻ കേസസിൽ വി ഹാവ് ടു നമുക്ക് ഔട്ട്പുട്ട് വാല്യൂവിൽ എങ്ങനെയാണ് നമുക്ക് ആ ഒരു എറർ വരുന്നതെന്നുള്ളത് നമുക്കൊരു ക്വസ്റ്റ്യനിലൂടെ നോക്കാം. സോ ദ ക്വസ്റ്റ്യൻ ഇസ് എസ്റ്റിമേറ്റിംഗ് ദ സർഫസ് ഏരിയ ഓഫ് ദി മൂണിൻ്റെ സർഫസ് ഏരിയനെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാൻ പോവാണ്. അസ്യൂം ദാറ്റ് ദ മൂൺ ഈസ് എ പെർഫെക്റ്റ് സ്ഫിയർ. ഒരു സ്ഫിയർ ഷേപ്പിലാണ് നമ്മുടെ മൂണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തന്നെ എററായി അല്ലേ. അപ്പോൾ അതിലുണ്ടാകുന്ന ചെറിയ വ്യത്യാസം എഫക്റ്റ് ചെയ്യും നമ്മൾ ഈ കണ്ടുപിടിക്കാൻ പോകുന്ന സർഫസ് ഏരിയനെ. സപ്പോസ് ദാറ്റ് വി ഹാവ് മെഷേർഡ് ഇറ്റ്സ് റേഡിയസ് ആൻഡ് ഫൗണ്ട് ടു ബി, സപ്പോസ് അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 1020 മീറ്റർ വിത്ത് എ പോസിബിൾ എറർ ഓഫ് 0.05 ഇതാണെന്ന് വിചാരിക്കുക. ഈ ഒരു എറർ ഉണ്ടെന്ന് വിചാരിക്കാം. എസ്റ്റിമേറ്റ് ദ മാക്സിമം എറർ. അപ്പോൾ നമ്മൾ ഇൻപുട്ട് വാല്യൂവിൽ ഇത്ര എറർ ഉണ്ടെങ്കിൽ നമ്മൾ ആ സർഫസ് ഏരിയ കണ്ടുപിടിക്കുന്ന സമയത്ത് ഔട്ട്പുട്ടിൽ എത്ര എറർ ഉണ്ടാകും, അതിൻ്റെ മാക്സിമം എററിനെ നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇൻഫർമേഷൻസ് വേണമല്ലോ, അതായത് റേഡിയസ് ഒക്കെ. അപ്പോൾ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യണം, അതായത് റേഡിയസ് എന്ന് പറയുന്നത് ഇത്രയായിരിക്കും, പോസിബിൾ എറർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ഇത്ര വ്യത്യാസം ഉണ്ടായിരിക്കും എന്ന് പറയണം, അതാണ് ആ ഒരു എറർ. അപ്പോൾ ആ ഒരു പോസിബിൾ എററും കൂടെ വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം നമുക്ക് മൂണിൻ്റെ സർഫസ് ഏരിയയിൽ മാക്സിമം എത്ര എറർ കിട്ടും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതും, അതായത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തായാലും അപ്രോക്സിമേറ്റ് വാല്യൂ ആയിരിക്കും. ആക്ച്വൽ വാല്യൂയും അപ്രോക്സിമേറ്റ് വാല്യൂ നമ്മൾ എത്ര വ്യത്യാസം വരും എന്ന് നമ്മളോട് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്, കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഇനി സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഒരു സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ, 6 റേഡിയസ് ഉള്ള ഒരു സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഇക്വേഷൻ 4πr² ആണ്, അത് നമുക്കറിയാം. ഇനി അതിൽ എറർ, പോസിബിൾ എറർ ഡെൽറ്റ ആർ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 0.05. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ഡെൽറ്റ എസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഡെൽറ്റ എസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു അല്ല, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഡി എസ് ആണ്. അപ്പോൾ ഡി എസ് ഇസ് എഫ് ഡാഷ് ഓഫ് ആർ ഇൻറ്റു ഡെൽറ്റ ആർ. ഇനി എഫ് ഡാഷ് ഓഫ് ആർ എന്താണ്, എസ് എന്ന് പറയുന്നതാണ് എഫ് ഓഫ് ആർ. എസ് എന്ന് പറയുന്നത് ആറിലൊരു ഫംഗ്ഷനാണ്. സോ എഫ് ഓഫ് ആർ ഇസ് 4πr². അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് ഓഫ് ആർ എന്ത് കിട്ടും, 8πr. ഓക്കെ, സോ 8πr ഇൻറ്റു ഡെൽറ്റ ആർ എന്ന് പറയുന്നത് 0.05. ഓക്കെ, ഇനി 6 തന്നിട്ടുണ്ടല്ലേ ക്വസ്റ്റിനിൽ, 1880. സോ 8 ഇൻറ്റു പൈ ഇൻറ്റു ആറിൻ്റെ വാല്യൂ കൊടുക്കാം, 1080 0.05. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അപ്രോക്സിമേറ്റ്ലി, കാരണം പൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 3.14 സംതിങ് ആണ്. അപ്പോൾ നമുക്ക് ആ എക്സാക്റ്റ് വാല്യൂ ആ ഫുൾ ഡിജിറ്റ് ഇട്ട് കൊടുക്കാൻ പറ്റില്ല, അപ്പോൾ എന്തായാലും റൗണ്ട് ഓഫ് ചെയ്തിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എക്സാക്റ്റ് വാല്യൂ ആയിരിക്കില്ല, അപ്രോക്സിമേറ്റ് വാല്യൂ ആയിരിക്കും. സോ ഇറ്റ് ഈസ് 1357.14. സോ ഇതായിരിക്കും എന്ത്, നമ്മുടെ മാക്സിമം ഏരിയ, മാക്സിമം എറർ എന്ന് പറയുന്നതിന് സർഫസ് ഏരിയ.
ഇതിൻ്റെ ഇതെന്ന് പറയുന്നത് എന്താണ്, യൂണിറ്റ് എന്ന് പറയുന്നത് സർഫസ് ഏരിയ ആണല്ലോ. ഏരിയ എന്ന് പറയുമ്പോൾ സ്ക്വയർ, മീറ്റർ സ്ക്വയർ. തന്നിരിക്കുന്ന റേഡിയസിൻ്റെ ആ യൂണിറ്റിൻ്റെ സ്ക്വയർ. സോ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യനിലെ മാക്സിമം എറർ എന്ന് പറയുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. അപ്പോൾ നമ്മൾ ഇത്രയും എറർ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി 2 കൈൻഡ് ഓഫ് എററും കൂടെ പറയുന്നുണ്ട്. റിലേറ്റീവ് എറർ, അതായത് ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു അല്ലേ. സോ അതിന് അപ്പോൾ നോർമൽ എറർ, ഇപ്പോൾ ക്യൂ എന്ന് പറഞ്ഞൊരു ക്വാണ്ടിറ്റിയിൽ നോർമൽ എറർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെൽറ്റ ക്യൂ കണ്ടുപിടിച്ചാൽ മതി. ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഡി ക്യൂ, ആൻഡ് ഡി ക്യൂ ഈസ് ഈക്വൽ ടു എന്താണ്, ഇപ്പോൾ ക്യൂ എന്ന് പറയുന്നത് എന്തിൻ്റെങ്കിലും ഒരു ഫംഗ്ഷൻ ആയിരിക്കുമല്ലോ. അപ്പോൾ എഫ് ഡാഷ് ഓഫ് ദാറ്റ് ഇൻറ്റു ഡെൽറ്റ ഇൻപുട്ട് വാല്യൂ. ഇത് ഇപ്പോൾ ഡെൽറ്റ വൈ ആണെങ്കിൽ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന പോലെ. അപ്പോൾ നമുക്ക് ഡെൽറ്റ ക്യൂ കണ്ടുപിടിച്ചാൽ മതി. റിലേറ്റീവ് എറർ ആകുമ്പോൾ ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ക്യൂ ചെയ്യണം. റിലേറ്റീവ് ആണ്, ക്യൂ മാറുന്നതിനനുസരിച്ച് ഡെൽറ്റ ക്യൂ. അപ്പോൾ റിലേറ്റീവ് ആയിട്ടുള്ള മെഷർ നോക്കണം. അപ്പോൾ ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ക്യൂ. ഇനി രണ്ടാമത്തതാണ് പെർസെൻറ്റേജ് എറർ. അപ്പോൾ ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിരിക്കും റിലേറ്റീവ് എറർ ആണോ, പെർസെൻറ്റേജ് എറർ ആണോ, അല്ലെങ്കിൽ സാധാ നോർമൽ എറർ ആണോ എന്നുള്ളത്. സിംപ്ലി എറർ ആണെങ്കിൽ യു ഹാവ് ടു ഫൈൻഡ് ഡെൽറ്റ ക്യൂ. റിലേറ്റീവ് എറർ ആണെങ്കിൽ ഡെൽറ്റ ക്യൂ ബൈ ക്യൂ. പെർസെൻറ്റേജ് ആണെങ്കിൽ അറിയാം നിങ്ങൾക്ക്. പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ എപ്പോഴും 100-ലായിരിക്കും അല്ലേ മെഷർമെൻറ്റ് വരിക. അപ്പോൾ കിട്ടുന്നതിന് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് ആ ഒരു പെർസെൻറ്റേജ് എറർ കിട്ടുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനിൽ ഡി ആർ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ചെയ്തില്ലേ, ഒരു പ്രീവിയസ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തില്ലേ, ഇതിൽ ഈ സെയിം ക്വസ്റ്റ്യനിൽ റിലേറ്റീവ് എറർ എന്ന് പറയുമ്പം ഇവിടെ റിലേറ്റീവ് എറർ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് ഇറ്റ്സ് നമ്മൾ കണ്ടുപിടിച്ച എറർ എന്ന് പറയുന്നത് ഡെൽറ്റ ആർ ആണ്, ഡെൽറ്റ ആർ. അപ്പോൾ ഇവിടെ ഈ ഒരു കേസിൽ അത് എന്ത് വരും, ഡെൽറ്റ ആർ ഡിവൈഡഡ് ബൈ ആർ വരും. ഓക്കെ, അപ്പോൾ ഡെൽറ്റ ആർ എന്ന് പറയുന്നത് ഇവിടെ ഇറ്റ്സ് 0.05 ഡിവൈഡഡ് ബൈ ആർ എന്ന് പറയുന്നത് ദിസ്. സോ യു വിൽ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു, ഇതെല്ലാം അപ്രോക്സിമേറ്റ്ലി ആണ്, കാരണം നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ കുറേ ഡിജിറ്റ് വരും. അപ്പോൾ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്തിട്ട് എഴുതുക, അതുകൊണ്ടാണ് അപ്രോക്സിമേറ്റ് എന്ന് പറഞ്ഞ് എഴുതുന്നത്. 0.0000463. ഓക്കെ, ഇനി ഇതേ ക്വാണ്ടിറ്റീനെ തന്നെ ഇത് റിലേറ്റീവ് എറർ ഇൻ ആർ ആണ്, റിലേറ്റീവ് എറർ ഇൻ ആർ. ഓക്കെ, റിലേറ്റീവ് എറർ ഇത് തന്നെ നമുക്ക് റിലേറ്റീവ് എറർ ഇൻ എസ് എന്ന് പറഞ്ഞാൽ എന്താ, ഡെൽറ്റ എസ് ബൈ എസ് ആണ്. ഡെൽറ്റ എസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 1357.17 ഡിവൈഡ് ബൈ എസ് എന്താണ്, സർഫസ് ഏരിയ. അത് ഇവിടുന്ന് നമ്മൾ കണ്ടുപിടിക്കണം കേട്ടോ. 4 × π × 1008 സ്ക്വയർ. അത് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടും, ആ വാല്യൂ കിട്ടും. സോ ഇറ്റ് ഈസ് തൽക്കാലം അതിന് ഞാൻ വേണമെങ്കിൽ വി ക്യാൻ റൈറ്റ് ലൈക്ക് ഡെൽറ്റ എസ് എന്ന് പറയുന്നത് എന്തായിരുന്നു, 8 πr അല്ലെ, എഫ് ഡാഷ് ഓഫ് ആർ ഇൻറ്റു ഡി ആർ ഡിവൈഡഡ് ബൈ 4 π r സ്ക്വയർ. സിംപ്ലിഫൈ ചെയ്യാം. അപ്പം എന്ത് കിട്ടും ആൻസർ, 2 π പോവും. അപ്പോൾ 2/r dr എന്ന് കിട്ടും അല്ലേ. സോ 2 ഡിവൈഡ് ബൈ r ഇസ് 1080 ഇൻറ്റു dr ഇസ് 0.05. അപ്പോൾ ആൻസർ എന്ത് കിട്ടും, 0.00, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.000926. അതല്ല ആദ്യത്തെ രീതിയിൽ ചെയ്താലും സെയിം ആൻസർ കിട്ടും കേട്ടോ. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ റിലേറ്റീവ് എറർ. ഇനി ഈ ഒരു ക്വാണ്ടിറ്റീൻ്റെ ഒക്കെ കൂടെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് പെർസെൻറ്റേജ് എറർ ഇൻ ദാറ്റ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളൊരു ടേബിളിൽ ഞാൻ ഷെയർ ചെയ്ത നോട്ടിൽ അത് കഴിഞ്ഞിട്ടുള്ളൊരു ടേബിളിൽ തന്നിട്ടുണ്ട് എറർ, അപ്രോക്സിമേറ്റ് റിലേറ്റീവ് എറർ, അപ്രോക്സിമേറ്റ് പെർസെൻറ്റേജ് എറർ. ഓക്കെ, ഇതുമായിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് പെർസെൻറ്റേജ് എറർ. ഇറ്റ്സ് വെരി സിമ്പിൾ ടു കാൽക്കുലേറ്റ്. ഓക്കെ, നൗ വി ഹാവ് another example 6. Question വായിക്കാം. The edge of a cube was measured and found to be 3 inches. ഓക്കെ, അപ്പോൾ ഒരു ക്യൂബിൻ്റെ എഡ്ജ് എന്ന് പറയുന്നത് നമ്മൾ മെഷർ ചെയ്തപ്പോൾ ഇറ്റ്സ് 3 inches ആണ്. With a maximum possible error 0.02 inches. Find the approximate maximum percentage error that would be incurred in computing the volume of. അപ്പം ക്യൂബിൻ്റെ വോളിയം, അതായത് നമ്മൾ ഒരു ക്യൂബിൻ്റെ എഡ്ജിൽ ഒരു സൈഡ് ഉണ്ടല്ലോ, ക്യൂബ് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. ഈ ഒരു ക്യൂബിൻ്റെ എഡ്ജ് എന്ന് പറയുന്നത് 3 inches ആണ് നമുക്ക് കണ്ടുപിടിച്ചപ്പോൾ. പക്ഷേ മേ ബി ഒരു കുറച്ച് വ്യത്യാസം വരാം. ആ വ്യത്യാസം എന്ന് പറയുന്നത് മാക്സിമം ഒരു 0.02 വ്യത്യാസം വരാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ക്യൂബിൻ്റെ
പിന്നെ വോളിയം കണ്ടുപിടിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പെർസെൻറ്റേജ് എററാണ് ചോദിച്ചിരിക്കുന്നത്. വെറും എററായിരുന്നെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഡെൽറ്റ വി കണ്ടുപിടിച്ചാൽ മതി. വി ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് അല്ലേ. അത് ഒരു സൈഡ് എക്സ് ആണെങ്കിൽ വോളിയം എന്ന് പറയുന്നത് എക്സ് ക്യൂബാണ്. അപ്പം വെറും എറർ, ഫൈൻഡ് ദി മാക്സിമം എറർ, അപ്രോക്സിമേറ്റ് മാക്സിമം എറർ എന്ന് ചോദിച്ചാൽ ശരിക്കും നമ്മൾ ഡെൽറ്റ വി ആണ് കണ്ടുപിടിക്കേണ്ടിയിരുന്നത്. പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്നത് മാക്സിമം പെർസെൻറ്റേജ് എറർ എന്നായതുകൊണ്ട് നമുക്കറിയാം ഡെൽറ്റ വി ബൈ ബി ഇൻറ്റു 100 ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം ഡെൽറ്റ വി എന്ന് പറയുമ്പോൾ ഓൾറെഡി കണ്ടുപിടിക്കണം. ഡെൽറ്റ വി ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഡി വി വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്, എഫ് ഡാഷ് ഓഫ് അല്ലേ, എഫ് ഡാഷ് ഓഫ് അതിൻ്റെ സൈഡ് എഡ്ജിന് ഞാനിപ്പോൾ എക്സ് എന്ന് തൽക്കാലം വിളിക്കുന്നു, ഇൻറ്റു ഡി എക്സ് അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയല്ലേ, വി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബാണ്. അപ്പം എന്ത് വരും, 3x² ഇൻറ്റു ഡി എക്സ് എന്ന് പറഞ്ഞ് വരും. അതാണ് ശരിക്കും നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത്. പക്ഷെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഡി എക്സ് എന്ന് പറയുന്നത് മാക്സിമം എത്ര വരും, 0.02 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ, എഡ്ജിൻ്റെ വാല്യൂ 3 ആണെന്ന് തന്നിട്ടുണ്ട്. ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് 0.02 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ 3 ഇൻറ്റു 3² ഇൻറ്റു 0.02. അപ്പോൾ വാല്യൂ എന്ത് കിട്ടും, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.54 എന്ന് കിട്ടും. ഇപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ ഈക്വൽ ആണെങ്കിൽ യു ക്യാൻ പുട്ട് ഈക്വൽ ടു 0.5, അതായത് റൗണ്ട് ഓഫ് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ. സോ ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ്, പെർസെൻറ്റേജ് ഡെൽറ്റ വി ബൈ വി ഇൻറ്റു 100. സോ മാക്സിമം ഇങ്ങനെ എഴുതണം, മാക്സിമം പെർസെൻറ്റേജ് എറർ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ദിസ് ഇസ് ഈക്വൽ ടു 0.54 അപ്രോക്സിമേറ്റ്ലി എന്ന് എഴുതിയാൽ മതി, ഡിവൈഡഡ് ബൈ വോളിയം എന്ന് പറയുന്നത് 3 ക്യൂബാണ് അല്ലേ. വി എന്ന് പറയുന്നത് 3 ക്യൂബാണ്, വിച്ച് ഇസ് 3 ക്യൂബ് 27 ഇൻറ്റു 100 വിച്ച് ഇസ് എത്ര കിട്ടും. അപ്പോൾ 0.54 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 54 കിട്ടും, ബൈ 27 ഇസ് ഈക്വൽ ടു 2. അപ്പം പെർസെൻറ്റേജ് എറർ, മാക്സിമം പെർസെൻറ്റേജ് എറർ എന്ന് പറയുന്നത് 2 ആണ്. ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ദാറ്റ് ഇസ് ഫൈൻ, ഇങ്ങനെയും ചെയ്യാം. ദിസ് ഇസ് ഓൾസോ ഫൈൻ, കാരണം മാക്സിമം എറർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മാക്സിമം എന്ന് പറയുമ്പോൾ മാക്സിമം എത്ര വരാം, ഇതിനെക്കാട്ടിലും കുറവായിരിക്കും എന്നുള്ളൊരു ഐഡിയയിലാണ് അവർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് കൊടുത്തിരിക്കുന്നത്. പക്ഷേ പെർസെൻറ്റേജ് എറർ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഇത് തന്നെയാണ് ആൻസർ. ഓക്കെ, സോ അത്രയും സിമ്പിളാണ് ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് ലീനിയർ അപ്രോക്സിമേഷൻസ് ആണ്. എന്താണ് ലീനിയർ അപ്രോക്സിമേഷൻസ് എന്ന് നോക്കാം. സോ ഹിയർ നമുക്കറിയാം എഫ് ഡാഷ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്കതിനെ പറയാം, എഫ് ഡാഷ് ഓഫ് എ ഈസ് ഈക്വൽ ടു ഒരു മീൻ വാല്യൂ തിയറത്തിൻ്റെ ഒരു റിസൾട്ടാണ്, അല്ലെങ്കിൽ പോട്ടെ ടാൻജൻറ്റ് ലൈൻ, സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ടാൻജൻറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, y മൈനസ് എഫ് ഓഫ് എ ഇസ് ഈക്വൽ ടു സ്ലോപ്പ് അല്ലേ, സ്ലോപ്പ് ഇൻറ്റു എക്സ് മൈനസ് എ. ഈ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏത് ടാൻജൻറ്റ് ലൈൻ്റെ ഇക്വേഷൻ ഓഫ് എ ടാൻജൻറ്റ് ലൈൻ. അപ്പോൾ അവിടെ നിന്ന് y ഈസ് ഈക്വൽ ടു, വൈനെ ഞാൻ എൽ ഓഫ് എക്സ് എന്ന് വിളിക്കുകയാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, എഫ് ഓഫ് എ, ഈ മൈനസ് അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് ആകും, എഫ് ഓഫ് എ പ്ലസ് എഫ് ഡാഷ് ഓഫ് എ ഇൻറ്റു എക്സ് മൈനസ് എ എന്ന് കിട്ടും, ആണല്ലോ. ഇനി നെക്സ്റ്റ് ഇഫ് വി റീപ്ലേസ് എക്സ് ബൈ എ, നമ്മൾ എക്സിനെ എ വെച്ച് റീപ്ലേസ് ചെയ്യുകയാണേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, അപ്പോൾ ഈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന ഈ ഒരു ക്വാണ്ടിറ്റി എക്സിന് നമ്മൾ എ വെച്ച് റീപ്ലേസ് ചെയ്താൽ ഇത് എ മൈനസ് എ ആകും, ഇത് 0 ആകും, ഇതിന് ചേഞ്ചസ് ഒന്നും വരില്ല. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും നമുക്ക്, സോ വാട്ട് വിൽ ബി എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ. ഓക്കെ, എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ എന്ന് പറയുമ്പോൾ യു വിൽ ഗെറ്റ് 0 കിട്ടും അല്ലേ. സോ ഇഫ് യു റീപ്ലേസ് എക്സ് ബൈ എ ഇൻ യു വിൽ ഗെറ്റ് ലെറ്റ് ഓക്കെ. അതേപോലെ നമ്മൾ ഒരു ചെറിയ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. നമ്മൾ വി ആർ റീപ്ലേസിങ് എക്സ് ബൈ എ ഇൻ ഇക്വേഷൻ 2 എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ 2 എന്ന് പറഞ്ഞാൽ ഇതാണ്, ഡെൽറ്റ വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ്. അപ്പോൾ അതിൽ നമ്മൾ എക്സിനെ എ വെച്ച് റീപ്ലേസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഡെൽറ്റ വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എ പ്ലസ്
ആൻഡ് ഡെൽറ്റ എക്സിന് നമ്മൾ എക്സിനെ എ വെച്ച് റീപ്ലേസ് ചെയ്യുന്നു, ഡെൽറ്റ എക്സിന് നമ്മൾ എക്സ് മൈനസ് എ വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ഡെൽറ്റ എക്സിന് പകരം നമ്മൾ എക്സ് മൈനസ് എ കൊടുക്കുന്നു, മൈനസ് എഫ് ഓഫ് എ. എക്സിനെ എ വെച്ചാണല്ലോ റീപ്ലേസ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇത് കിട്ടും, എയും എയും ക്യാൻസൽ ആയി പോവും. സോ ഡെൽറ്റ വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ എന്ന് കിട്ടും. ഇത് ഡെറിവേഷനാണ് കേട്ടോ. ലീനിയറൈസേഷൻ എന്താണെന്ന് ജസ്റ്റ് പറയാൻ പോകുന്നേ ഉള്ളൂ. പഠിക്കുമ്പം ലീനിയറൈസേഷൻ്റെ ആ ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. സോ ഇവിടെ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ എന്ന് പറയുമ്പം യു വിൽ ഗെറ്റ് ഇറ്റ് ഈസ് ഡെൽറ്റ വൈ, ബട്ട് ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഡി വൈ വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എ ഇൻറ്റു ഡെൽറ്റ എക്സ് അല്ലേ. എഫ് ഡാഷ് ഓഫ് ആക്ച്വലി ഇത് എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് ആണ്. പക്ഷേ എക്സിനെ നമ്മൾ എ വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് എഫ് ഡാഷ് ഓഫ് എ ഇൻറ്റു ഡെൽറ്റ എക്സ്. അല്ലെങ്കിൽ അതിനെ നമുക്ക് എന്താ പറയാം, എഫ് ഡാഷ് ഓഫ് എ ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന ആക്ച്വൽ വാല്യൂ എക്സ് മൈനസ് എ ആണല്ലേ, അങ്ങനെ കിട്ടും. സോ അവിടെ നിന്ന് എഫ് ഓഫ് എക്സിൻ്റെ അതായത് വൈൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു, കാരണം ഈ ഒരു അപ്രോക്സിമേഷൻ ഇവിടെയും വരും, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എഫ് ഓഫ് എ പ്ലസ് എഫ് ഡാഷ് ഓഫ് എ ഇൻറ്റു എക്സ് മൈനസ് എ. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ലീനിയർ അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എൽ ഓഫ് എക്സ് എന്ന് വിളിക്കുന്നത്. നമുക്ക് വേണ്ട ഇക്വേഷനും ഇത് തന്നെയാണ്. ലീനിയർ അപ്രോക്സിമേഷൻ എൽ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എ പ്ലസ് എഫ് ഡാഷ് ഓഫ് എ ഇൻറ്റു എക്സ് മൈനസ് എ. ഇതാണ് നമ്മുടെ വേണ്ട ഇക്വേഷൻ. അപ്പോൾ ലീനിയർ അപ്രോക്സിമേഷൻ എന്ന് ക്വസ്റ്റ്യനിൽ കണ്ടാൽ ചെയ്യേണ്ട പരിപാടി ഇതാണ്. എൽ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ തന്നിട്ടുണ്ടാവും, അപ്പോൾ എഫ് ഓഫ് എക്സും തന്നിട്ടുണ്ടാകും, അതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് നമ്മൾ ലീനിയർ അപ്രോക്സിമേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എക്സാമ്പിൾ 7, അതിൽ എ പാർട്ടാണ്. ഫൈൻഡ് ദ ലീനിയറൈസേഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് എക്സ് അറ്റ് എ ഇസ് ഈക്വൽ ടു 4. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം നമുക്ക്? എ തന്നിട്ടുണ്ട്. അപ്പോൾ എഫ് ഓഫ് എ എന്ന് പറയുന്നത് റൂട്ട് എ വിച്ച് ഇസ് റൂട്ട് 4 വിച്ച് ഇസ് 2, അത് കിട്ടി. ഇനി എഫ് ഡാഷ് ഓഫ് എ വേണം, അപ്പോൾ അതിനാദ്യം എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? 1/2 റൂട്ട് എക്സ് ആണ് അല്ലേ, 1/2 റൂട്ട് എക്സ്. സോ 1/2 ഇൻറ്റു റൂട്ട് എക്സ് ഇസ് റൂട്ട് എ അല്ലേ, സോറി റൂട്ട് എക്സ് ഇത്ര മതി. എഫ് ഡാഷ് ഓഫ് എ എന്ന് പറയുന്നത് അപ്പം എഫ് ഡാഷ് ഓഫ് എ ഇസ് ഈക്വൽ ടു 1/2 റൂട്ട് എ വിച്ച് ഇസ് 1/2 റൂട്ട് 4 വിച്ച് ഇസ് 1/4. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി അല്ലേ. ഇനി നമുക്ക് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി. സോ എൽ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്ക് പകരം 2 പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്ക് പകരം 1/4 ഇൻറ്റു എക്സ് മൈനസ് എക്ക് പകരം 4 തന്നെ കൊടുക്കുക. സോ ഇറ്റ് ഈസ് ഇത്ര എഴുതിയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒന്ന് വൃത്തിയായിട്ട് എഴുതിയാൽ 1/4 എക്സ്. അപ്പോൾ ഇത് യുൽ ഗെറ്റ് 2 പ്ലസ് 1/4 എക്സ് മൈനസ് 1 എന്ന് കിട്ടും അല്ലേ. സോ 2 മൈനസ് 1 എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് +1. സോ ഇതാണ് നമ്മുടെ സോ ദ ആൻസർ ഇസ് എൽ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/4 എക്സ് പ്ലസ് 1. ഇതാണ് നമ്മുടെ റിക്വയർഡ് ലീനിയർ അപ്രോക്സിമേഷൻ. ഇങ്ങനെയാണ് നമ്മൾ ലീനിയർ അപ്രോക്സിമേഷൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അടുത്ത ഒരു ഇതേപോലെ തന്നെ ബി പാർട്ട് നോക്കാം. യൂസ് ദ റിസൾട്ട് ഓഫ് പാർട്ട് എ ടു അപ്രോക്സിമേറ്റ് ദ നമ്പർ √3.98. അതായത് ഈ ലീനിയർ അപ്രോക്സിമേഷൻ വെച്ചിട്ട് നമ്മളോട് ഇതിൻ്റെ വാല്യൂസ് അപ്രോക്സിമേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ √3.9 എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് റൂട്ട് എക്സ് ആണ് അല്ലേ. അപ്പോൾ √3.9 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എഫ് ഓഫ് 3.9 ആണ്. ഓക്കെ, വിച്ച് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു, അപ്പോൾ എഫ് ഓഫ് എക്സ് നമ്മൾ ആ ഇക്വേഷനിൽ എൽ ഓഫ് എക്സിൻ്റെ ഇക്വേഷൻ്റെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എഫ് ഓഫ് എക്സ് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഇത് ലീനിയർ അപ്രോക്സിമേഷൻ ആണല്ലോ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ദിസ്. നൗ എഫ് ഓഫ് 3.9 okay, so f of 3.9 that is equal to L of 3.9. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? 1/4 ഇൻറ്റു എക്സിന് പകരം 3.9 പ്ലസ് 1 കൊടുത്താൽ മതി. സോ അത് ചെയ്യുമ്പോൾ 1.975 കിട്ടും. അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ √3.98 കണ്ടുപിടിക്കാൻ ഇറ്റ് ഈസ് എഫ് ഓഫ് 3.98 വിച്ച് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എൽ ഓഫ് 3.98 ആൻഡ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, യു വിൽ ഗെറ്റ് ദി ആൻസർ. അങ്ങനെ എല്ലാത്തിൻ്റെയും ചെയ്യാം. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ കമ്പയർ ദ റിസൾട്ട്സ് വിത്ത് ദ ആക്ച്വൽ വാല്യൂസ് ഒബ്റ്റെയിൻഡ് ഇൻ എ കാൽക്കുലേറ്റർ. ഇത് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. അതല്ലാതെ ഇപ്പോൾ ഇതിൻ്റെ ഒരു വാല്യൂ ഇത് നമ്മൾ കാൽക്കുലേറ്ററിൽ √3.9 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വൽ വാല്യൂ കിട്ടുന്നത് 1.97484177 എക്സെട്ര എന്നാണ്.
സോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മൾ അപ്രോക്സിമേഷൻ ഏകദേശം അടുത്താണ് അല്ലേ. അപ്പോൾ ഇതാണ് ആക്ച്വൽ വാല്യൂ, ഇതാണ് നമ്മുടെ അപ്രോക്സിമേറ്റ് വാല്യൂ. ഇവർ തമ്മിലുള്ള വ്യത്യാസമാണ് ആക്ച്വലി എന്ത് പറയുന്നത്, എറർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് ഒരു ചെറിയ കുട്ടി സെക്ഷൻ കൂടിയുണ്ട്. അത് ജസ്റ്റ് പ്രോബ്ലം ഒന്നുമില്ല. എന്താണ് എറർ ഇൻ അപ്രോക്സിമേറ്റിംഗ് എന്ന് പറയുന്നത്? അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, എപ്പോഴും നമ്മൾ എഴുതാറുണ്ട് ഡെൽറ്റ വൈ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഡി വൈ എന്നല്ലേ. കാരണം അവർ തമ്മിൽ എക്സാക്ട്ലി കറക്റ്റ് അല്ല, ചെറിയൊരു വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു വ്യത്യാസം എന്താ? അപ്പോൾ അവർ തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് എറർ എന്ന് പറയുന്നത്, ആണല്ലോ. അപ്രോക്സിമേറ്റിംഗ് ഡെൽറ്റ വൈ, ഇവർ തമ്മിലുള്ള ഒരു ചെറിയ അപ്രോക്സിമേഷൻ വ്യത്യാസമാണ് എറർ. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡെൽറ്റ വൈ എന്ന് പറയുമ്പോൾ, ഡെൽറ്റ വൈ എന്ന് പറയുന്നത് എന്താ, എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ആണ് ഇത്, മൈനസ് ഇനി ഡി വൈ എന്ന് പറഞ്ഞാൽ എന്താ, എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് ആണ്. ഇനി ഇതിനെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഡെൽറ്റ എക്സ് കൊണ്ട് നമ്മൾ മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യാണ്. അതായത് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഓൾ ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ്. ഓക്കെ, ഇനി നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ ഡെൽറ്റ എക്സ് രണ്ടിലും കോമൺ ആണല്ലോ. അപ്പോൾ നമ്മൾ അതിനൊരു ബ്രാക്കറ്റിൽ കോമൺ എടുക്കുകയാണ്. എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഓൾ ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഓൾ ഇൻറ്റു ഡെൽറ്റ എക്സ്. ആൻഡ് ഇതിൽ നമുക്കൊരു കാര്യം അറിയാം, അതായത് ഡെൽറ്റ എക്സ് സീറോയിലോട്ട് പോകുമ്പം ഈ ക്വാണ്ടിറ്റി എങ്ങോട്ടേക്ക് പോകും, എഫ് ഡാഷ് ഓഫ് എക്സിലോട്ട് പോകും. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് സീറോയിലോട്ട് പോകും, ഇതും സീറോയിലോട്ട് പോകും. അപ്പം ആസ് ഡെൽറ്റ എക്സ്, അതായത് നമ്മൾ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാണ് എക്സിലുള്ള എറർ അല്ലേ. അപ്പോൾ ആ ഡെൽറ്റ എക്സ് എറർ എത്രത്തോളം ചെറുതാവുന്നു അത്രത്തോളം ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ത് ചെയ്യും, കുറയും. അതായത് ഇവരും ഏകദേശം അടുത്താവും. ഓക്കെ, സോ അതാണ് ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി ആസ് എസ് ഗോസ് ഇൻഫിനിറ്റി, ഞാൻ ഈ ഒരു ക്വാണ്ടിറ്റീനെ ആസ് ഡെൽറ്റ എക്സ് ഗോസ് സീറോ, ഈ ഒരു ക്വാണ്ടിറ്റീനെ എന്ത് വിളിക്കുന്നു എന്ന് വെച്ചാൽ, ഈ ഒരു ഹോൾ ക്വാണ്ടിറ്റീനെ കേട്ടോ, വളരെ ചെറുതായിരിക്കുമല്ലോ, അതിന് ഞാൻ എപ്സിലോൺ എന്ന് വിളിക്കുന്നു. എപ്സിലോൺ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് ഡെൽറ്റ എക്സ്, കാരണം ഇതിൽ വേരിയബിൾ എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് മാത്രമാണ്. അപ്പോൾ ഐ വിൽ ഗെറ്റ്, അപ്പോൾ എനിക്ക് ഇങ്ങനെ എഴുതാം, ഡെൽറ്റ വൈ മൈനസ് ഡി വൈനെ എനിക്ക് എപ്സിലോൺ ഇൻറ്റു ഡെൽറ്റ എക്സ്, എപ്സിലോൺ ഇൻറ്റു അല്ല കേട്ടോ, എപ്സിലോൺ ഓഫ് ഡെൽറ്റ എക്സ്, അതായത് നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് എഴുതില്ലേ അതുപോലെ, എഫ് എന്ന് പറയുന്ന എക്സിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്ന പോലെ എപ്സിലോൺ എന്ന് പറയുന്ന ഡെൽറ്റ എക്സിൻ്റെ ഫംഗ്ഷൻ ഇൻറ്റു ഡെൽറ്റ എക്സ്, എനിക്ക് ഇങ്ങനെ എഴുതാം അല്ലേ. ഇതും ഒരു സ്മോൾ നമ്പറാണ്, ഇതും ഒരു സ്മോൾ നമ്പറാണ്. സോ ഈ ഒരു വ്യത്യാസം എന്ന് പറയുന്നതും ഇറ്റ്സ് വെരി നെഗ്ലിജിബിൾ, വളരെ വളരെ സ്മോൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അപ്രോക്സിമേഷൻ പല പ്രാക്ടിക്കൽ കേസിലൊക്കെ എടുക്കുന്നത്. കാരണം അപ്രോക്സിമേറ്റ് ചെയ്താലും വലിയ വ്യത്യാസം ഉണ്ടാവില്ല, ആക്ച്വൽ വാല്യൂ പിന്നെ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യുന്ന വാല്യൂ തമ്മിൽ ഒത്തിരി വ്യത്യാസം ഉണ്ടാവില്ല എന്നൊരു അഷുറൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ റിയൽ ലൈഫ് സിനാരിയോസിൽ എല്ലാം നമ്മൾ ആ ഒരു അപ്രോക്സിമേഷൻ ചെയ്യുന്നത്. ഓക്കെ, കാരണം എല്ലാ കേസും നമുക്ക് ഈ ഫുൾ ഡിജിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യാമെന്ന് പറയുന്നത് പോസിബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് ഈ ഒരു എറർ എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും എന്ന് പ്രൂവ്ഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത് റിയൽ ലൈഫ് സിനാരിയോസിൽ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ശരി, താങ്ക് യു.